ഇനത്തോക്ക്. അതുകൂടാതെ ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെ, ഇന്ന് നാം ഇവിടെ ലയൺസ് ക്ലബിന്റെ 30ാമത് ഐ ക്യാമ്പ് നടത്താനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ഇതുവരെ ലയൺസ് ക്ലബ് ഇവിടെ നടത്തിവരുന്ന സാമൂഹ്യ സേവന പരമ്പരയുടെ ഒരു ഭാഗമായി കഴിഞ്ഞ 52 കൊല്ലം 53 കൊല്ലത്തോളം പ്രായമുള്ള ലയൺസ് ക്ലബ്ബ് കഴിഞ്ഞ 30 കൊല്ലം കണ്ടിന്യൂസ് ആയി നടത്തിവരുന്ന ഐ ക്യാമ്പിൽ ഇതുവരെ ഏകദേശം 3000 വ്യക്തികളെ നമുക്ക് കണ്ണ് ഓപ്പറേഷൻ നടത്തി നല്ല കാഴ്ചശക്തി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ മാന്യ വിശിഷ്ട MP അവർക്ക് കുറച്ച് വാക്ക് പറയാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ നിലമ്പൂർ ലയൺസ് ക്ലബ് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഐ ക്യാമ്പ് ഈ വർഷവും 30ാമത്തെ വർഷം നടത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസത്തിനുള്ള 2 പരിപാടികൾ എനിക്ക് ലയൺസ് ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഒന്ന് തിരുവനന്തപുരത്ത് അപ്പുറം കോവളത്ത് ആരോഗ്യ സുരക്ഷയ്ക്ക് അവർ സൈക്കിളുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന പരിപാടിയിലും ഇപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും പല പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഈ കണ്ണ് കേന്ദ്രം കൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആയിരക്കണക്കിന് 10,000 രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഇന്ന് കാൽ പിടിക്കുന്ന എല്ലാവർക്കും ലയൺസ് ക്ലബിന്റെ എല്ലാ ഭാരവാഹിയും ലയൺസ് ക്ലബിനോടും എന്റെ കൃതജ്ഞത അറിയിക്കുന്നു. സർവശക്തന്റെ നാമത്തിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ മിസ്റ്റർ പാലോളി മുഹമ്മദിനും സ്വാഗതം. രണ്ടുപേരെടുത്ത് ഞങ്ങൾ സംസാരിക്കുവാനായിട്ട് 2 വാക്ക് പറയുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ലയൺസ് ക്ലബ്ബ് നടത്തുന്ന ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാന്യനായ MP അബ്ദുൽ വഹാബ് സാർ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായിരിക്കുന്ന പാലോളി മെഹബൂബ്, ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികളെ, സാമൂഹ്യ സേവന രംഗത്ത് ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലയൺസ് ക്ലബ്, നമുക്കറിയാം ഈ മേഖലയിലെ ഏത് പൊതുമേഖലയിലും സാമൂഹിക രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഏതൊക്കെയാണോ ജനങ്ങൾക്ക് അവരെ കൊണ്ട് ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം ചെന്ന് ലയൺസ് ക്ലബിന് കഴിയത്തക്ക രീതിയിലുള്ള സാമ്പത്തിക സഹായവും ആരോഗ്യ മേഖലയും എല്ലാം നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സംഘടന എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് മറ്റുള്ള സംഘടനയ്ക്ക് മാതൃകയാകുന്ന രീതിയിൽ തന്നെയാണ് ലയൺസ് ക്ലബിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തന്നെ അറിയാം, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളെ ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ അവിടെയെല്ലാം ഓരോ അവസരങ്ങളിൽ പല പല പദ്ധതികളുമായി, അതേപോലെ നമ്മുടെ കോളനികളിലുള്ള അവരുടെ പ്രവർത്തനമായും കോവിഡ് കാര്യത്തായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നതിനാണ് ലയൺസ് ക്ലബിന്റെ ഈ നിലമ്പൂർ ഭാഗത്ത് നടത്തുന്ന ഞാൻ പങ്കെടുക്കുന്ന 3ാമത്തെ ഒരു പ്രോഗ്രാമാണ് ലയൺസ് ക്ലബിൻ്റെ ഇത്. ഇവരെ നമ്മുടെ താഴെത്തട്ടിൽ നിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ടവർക്ക് മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് കോയമ്പത്തൂർ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി നിലമ്പൂർ എത്തിക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ലയൺസ് ക്ലബിന് എല്ലാവിധത്തിലുള്ള ആശംസ അർപ്പിക്കുന്നു, നന്ദി അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ആദരണീയരായിരിക്കുന്ന ലയൺസ് ക്ലബിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, ബഹുമാനായ അധ്യക്ഷൻ ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനം. എനിക്ക് തോന്നുന്നത് ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഏറ്റവും നിർദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു ഏജൻസി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം
നീണ്ട 3 പതിറ്റാണ്ട് കാലത്തോളം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്ബ്. ഇപ്പോൾ ഞാൻ ബഹുമാനായ അധ്യക്ഷനോട് ചോദിക്കുകയായിരുന്നു, 30 വർഷക്കാലം ഈ നാട്ടിലെ ഏകദേശം 3500ഓളം വരുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നായിട്ടുള്ള കണ്ണ്, ആ കണ്ണ് പരിശോധന നടത്തി അവർക്ക് ആവശ്യമായ ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുന്ന ചുമതല കൂടി ഏറ്റെടുത്തുകൊണ്ട് 3500-ലേറെ ആളുകൾക്ക് വേണ്ടി ഉപകാരം നടത്തിയിട്ടുള്ള വലിയ ഒരു സംഘടനയുടെ പേരാണ് ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കെല്ലാം വളരെയേറെ അഭിമാനമുണ്ട്. കാരണം 30 വർഷക്കാലം എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും നമ്മൾ പ്രത്യേകിച്ചും മലബാറിൽ, മലപ്പുറം ജില്ലയിൽ, നിലമ്പൂരിലെ ഏറ്റവും അടിസ്ഥാന വർഗപ്പെട്ടിട്ടുള്ള താഴെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്ന് മാത്രമല്ല, ക്യാമ്പിലൂടെ അവസാനിപ്പിക്കുന്നതിന് പകരം ആവശ്യമായിട്ടുള്ള മുഴുവൻ പരിശോധനയും പൂർണ്ണമായും സൗജന്യമായി നടത്തിക്കൊടുത്ത് അതിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടന എന്ന് മാത്രമല്ല, കണ്ണ് പരിശോധന ഉപരിയായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ മറ്റു പല മേഖലകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് ആ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾക്കറിയാം, ഈ ചുറ്റുപാടിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്നതിന് ഒരു പ്രതീകമുണ്ടാവും. നമ്മുടെ ബസ് വെയിറ്റിംഗ് ഷെഡ് ആണെങ്കിലും, ഇവിടുത്തെ സാധാരണക്കാരന്റെ വീടാണെങ്കിലും, അവന്റെ ഒരു പെട്ടിക്കടയാണെങ്കിലും, അതിലൊക്കെ ലയൺസ് ക്ലബിന്റെ ഒരു മുദ്രയുണ്ട്, കയ്യൊപ്പുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ നാടിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇതിന്റെ പ്രിയപ്പെട്ട സംഘടനാ ഭാരവാഹികളെ, ലയൺസ് ക്ലബിന്റെ നിലമ്പൂരിലെ മുഴുവൻ സാരഥികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഏറ്റവും സ്നേഹമുള്ള നാട്ടുകാരെ, ഈ ചടങ്ങ് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ വന്ന് നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MP വഹാബ് സാറിന് ക്ലബിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തിരക്കിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ മുനിസിപ്പൽ ഓപ്പോസിഷൻ ലീഡർ പാലോളി മുഹമ്മദ്, അതുപോലെ സ്കറിയ സാർ, ഇവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ താമസിച്ചു വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്നും കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് 2 റൂമുണ്ട്, റൂമിലിരിക്കുന്നു. അവിടെ നിന്ന് 5 ആൾക്കാരെ വെച്ചിട്ട് റൂം നമ്പർ 1 മിഷനായിട്ടുള്ള റൂമിലേക്ക് വിളിക്കുന്നു. അവിടുന്ന് അതിനുശേഷം നമ്മൾ ഡോക്ടേഴ്സിനെ കാണുകയാണ്. 4 പേരുടെ സീനിയർ ഡോക്ടർ ഉൾപ്പെടെയുള്ള 4 പേരുടെ ഒരു പാനലാണ് ഉള്ളത്. അവർ നോക്കിയതിന് ശേഷം ഓപ്പറേഷൻ ആവശ്യമുണ്ടോ, അത് അല്ലാത്ത ചികിത്സയാണോ വേണ്ടത് എന്താണെന്നുള്ള കാര്യങ്ങൾ അവർ നമുക്ക് നിർദ്ദേശിക്കുന്നു. അവർ ആൾക്കാരുടെ ആവശ്യമനുസരിച്ചിട്ട് 3, 4, 5, 6, 7 ഇങ്ങനെ 7 റൂമുണ്ടാവും. 7 റൂമിൽ കൂടെ പോകാൻ പറയും. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് റൂമിലോട്ടാണ് പോകാൻ പറഞ്ഞതെന്നുള്ളത് കൃത്യമായി കേൾക്കുക. ഡോക്ടേഴ്സ് പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതെ വരികയാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന വോളണ്ടിയേഴ്സിനോടോ അല്ലെങ്കിൽ ലയൺസ് ഭാരവാഹികളോടോ ചോദിച്ച് മനസ്സിലാക്കുക. തിമിരത്തിന് ഓപ്പറേഷൻ ആവശ്യമുള്ള ആൾക്കാർ അവസാനം ലയൺസ് ഓഫീസിനോട് വർക്ക് ചെയ്യുന്ന ലയൺസ് ഓഫീസിൽ വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോകണം. തിമിരത്തിന് ഓപ്പറേഷനോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ഓപ്പറേഷൻ ആവശ്യമുള്ള ആൾക്കാരെ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് കൊണ്ടുവന്നു കോയമ്പത്തൂർക്ക് കൊണ്ടുവന്നതാണ്. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവിടെ നിന്നിട്ട് കോയമ്പത്തൂർ എത്തിക്കും. ഓപ്പറേഷൻ എന്നതിന് ശേഷം വെള്ളിയാഴ്ച തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് പദ്ധതി. ഓർക്കേണ്ട കാര്യം, ഇതിന് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ യാത്രക്കൂലിക്കോ ഇങ്ങനെ ഒരു നയ പൈസ പോലും വരുന്ന രോഗികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ചെലവും ലയൺസ് ക്ലബ്ബ് വഹിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിച്ചത് മാത്രം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയം തീർത്തതിന് ശേഷം പോവുക. നന്ദി.